ലോകത്തിലെ പല പ്രസിഡന്റുമാരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരാളെക്കുറിച്ച് അധികമൊന്നും സംസാരിച്ച് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാമറൂണിലെ പ്രസിഡന്റാണ്. അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വീണ്ടും ഈ ചങ്ങാതി അധികാരത്തിൽ വരുമോ? നമ്മൾ ഈ ദീർഘകാലം അധികാരത്തിലിരുന്നവരെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാകും. പക്ഷേ അവരൊക്കെ ഈ രാജാക്കന്മാരാണ്. രാജഭരണം അവർ ജനിച്ചെന്നു മുതൽ അല്ലെങ്കിൽ അധികാരമേറ്റ കാലം മുതൽ കാലം ചെയ്യുന്ന കാലം വരെ ആണ് അവരുടെ അധികാര പരിധി അങ്ങനെ നിശ്ചയിക്കുക. പക്ഷേ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ തുടർച്ചയായിട്ട് ഇപ്പോൾ 43 വർഷം ഭരിക്കുന്നു പ്രസിഡൻ്റായിട്ട്. ഈ തവണയും അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. 92 വയസ്സുണ്ട്. ഇപ്പോൾ 92 വയസ്സുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭരണാധികാരി, ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഭരണാധികാരി. ഇതുകൂടാതെ ഇദ്ദേഹം ഇനി ഈ 6 വർഷ കാലാവധി പൂർത്തിയാക്കിയാൽ ഇയാൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 99 വയസ്സാവും. അപ്പോൾ അതുവരെ ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അടുത്ത തവണ മറ്റേ ആരോഗ്യ കാര്യങ്ങൾ മുൻനിർത്തി വേണമെങ്കിൽ ഒഴിയാം, അല്ലെങ്കിൽ പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മരിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും അവശനായ ഒരു അപ്പാപ്പൻ, ഈ വല്യപ്പനെ എന്തിനു കണ്ടിട്ടാണ് ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? സ്വാഭാവികം അവിടെ പ്രതിപക്ഷ പാർട്ടികളൊന്നുമില്ലേ? അവിടെയാണ് അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. സാധാരണ ഈ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഡിവൈഡ് ആൻഡ് റൂൾ അവർ കൃത്യമായി ഇന്ത്യയിലടക്കം നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. 1960 ഇവർ സ്വതന്ത്രരായി, കാമറൂൺ. പക്ഷേ ഈ പ്രസിഡന്റ് ഒരു കാര്യം കൂടി പറയാൻ വിട്ടു കേട്ടോ. ഇയാൾ 82 ഈ പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത്. അതെ, അതിനു മുമ്പ് ഇയാൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 75 മുതൽ 82 വരെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ 75 മുതൽ ഇന്നേ കാലം വരെ നോക്കുമ്പോൾ ഒരു 19 വർഷത്തോളം പുള്ളി അധികാര കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ ഈ ചങ്ങാതി ഈ ഡിവൈഡ് ആൻഡ് റൂൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ഇപ്പം നിലവിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇദ്ദേഹത്തിന് എതിരാളായിട്ട് 9 പേരുണ്ട്. ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞത് ഭിന്നിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്നത് പോലെ അവിടെയും പ്രതിപക്ഷ കക്ഷികളെല്ലാം പലതായിട്ട് വേർതിരിഞ്ഞ് എല്ലാവരും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇയാൾക്ക് 70% വോട്ടും കിട്ടിയിട്ടുണ്ട്. ജനപിന്തുണയിൽ ഒട്ടും കുറവല്ല എന്നാണ് നമ്മൾ കരുതുക. പക്ഷെ അങ്ങനെയല്ല, കഥ കുറച്ച് പറഞ്ഞു തരാം. അപ്പോൾ പോൾ ചെയ്ത വോട്ടിൻ്റെ 70% ഇയാൾക്ക് കിട്ടുന്നുണ്ട്. അതെങ്ങനെ കിട്ടുന്നു എന്നുള്ള കഥ പറയാം. അപ്പോൾ ഇവിടെ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനാർത്ഥി നിലവിലുള്ളത് ഇയാളുടെ തന്നെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്നു, ഇയാളുടെ ഒരു വക്താവായിരുന്നു. അയാളുടെ പേര് ഇസ ടക്കിറോമ എന്ന് പറയുന്ന ഒരാളാണ്. ഇങ്ങേരും ഒരു വല്യപ്പനാണ്. അയാൾക്ക് 77 വയസ്സുണ്ട്. അയാളാണ് ഇപ്പം മത്സരിക്കുന്നതിൽ പ്രമുഖ എതിർ സ്ഥാനാർത്ഥി. പക്ഷെ അദ്ദേഹത്തിന് പോലും ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെ പറയുന്നത് ഈ പോൾ ബിയ, ഈ 92 വയസ്സുള്ള ഈ പോൾ ബിയ അദ്ദേഹം തന്നെ ഇനിയും അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് പല പല ഉത്തരങ്ങൾ പറയാം. കാര്യം ഇയാൾ ഈ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രസിഡൻ്റ് ആണെങ്കിലും വാസ്തവത്തിൽ ഇയാളൊരു ഏകാധിപതിയാണ്. ഈ പ്രതിപക്ഷ സഖ്യങ്ങളെ വളർന്നു വരാൻ ഇയാൾ അനുവദിക്കില്ല. ഇപ്പോൾ ഇയാൾക്കെതിരെ ആരെങ്കിലും ഒരാൾ സംസാരിച്ചെന്ന് ഇരിക്കട്ടെ, അയാൾ അടുത്ത ദിവസം ജയിലിലായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇയാൾക്കെതിരെ സംസാരിച്ച മുഖ്യ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ജയിലിലാണ്. 17 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരിക്കും. എന്താണ് കുറ്റമെന്നറിയില്ല. ഇയാൾക്കെതിരെ സംസാരിച്ചു, അത്രമാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അതുകൂടാതെ ഈ ചങ്ങാതി അവിടെ ഈ ഡിവൈഡ് ആൻഡ് റൂൾ നടപ്പിലാക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഇതുകൂടാതെ അവിടെ ഈ മീഡിയ സെൻസർഷിപ്പ് ഉണ്ട്. അവിടെ സർക്കാർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾക്കാണ് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത്. സോഷ്യൽ മീഡിയയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. ഇനി അയാൾക്കെതിരെ വാർത്ത കൊടുക്കുന്ന സ്ഥാപനങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സംവിധാനമുണ്ട്. അന്താരാഷ്ട്ര ഏജൻസികൾ എന്തുകൊണ്ട് ഇയാൾക്ക് 70% വോട്ട് കിട്ടുന്നു എന്നുള്ളതിന് അവർ ചില കണ്ടെത്തലുകൾ നടത്തി. കാരണം 2018 നടന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് വെച്ചാണ് അവരിത് പറയുന്നത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ആ രാജ്യത്ത് നടന്നു. വളരെ കുറച്ച് പേര് മാത്രമേ വോട്ട് ചെയ്യാനായിട്ട് അന്ന് വന്നുള്ളൂ. അവരിലും 70% വോട്ട് ഇയാൾക്ക് തന്നെ കിട്ടി. അതായത് മനസ്സിലാക്കേണ്ടത് ഇയാൾക്കെതിരെ അതാണ് വിറ്റ്. ഈ ചങ്ങാതി വാസ്തവത്തിൽ ഇപ്പോൾ രോഗശയ്യയിലാണ്. 92 വയസ്സ്. സ്വാഭാവികമാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. യൂറോപ്പിലെ ഒരു ഹോട്ടലിൽ, കൃത്യം പറഞ്ഞാൽ ജനീവയിൽ ഒരു ആഡംബര ഹോട്ടലിൽ താമസിച്ചുകൊണ്ടാണ് ഇയാൾ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും കൂടി ഈ രാജ്യത്തേക്ക് വരും. ഈ ഭരണകാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇയാളുടെ അനുയായികളോ ബന്ധുക്കളോ ചേർന്നാണ്.
അപ്പോൾ ഇയാൾ നിരന്തരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ അയാളുടെ സുഖലോലുപ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ 2018 പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഇയാളുടെ ഇത്തരം വിദേശ യാത്രകൾക്ക് വേണ്ടി മാത്രം $68 മില്യൺ ആ രാജ്യത്ത് ചിലവായിട്ടുണ്ട്. അത് വലിയ തന്നെ ദാരിദ്ര്യമുള്ള രാജ്യമാണ്. അവിടെ പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. ആകെ കൂടെ ഉള്ളത് അവർക്ക് കുറച്ച് എണ്ണ നിക്ഷേപമുണ്ട്. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ കൊക്കോ കൃഷിയും വ്യാപകമായി നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവിടെ പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ ഇത് വല്ലാത്ത രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു രാജ്യമാണ്. എന്നിട്ട് പോലും ഈ ചങ്ങാതി അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇയാളിപ്പോൾ ഒറ്റ തവണയെ ഈ ഇത്രയും വലിയൊരു ഇലക്ഷൻ നടക്കുമ്പോഴും ആകെ ഒരു തവണ ആ രാജ്യത്തൊന്ന് പ്രചരണം നടത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാം അവിടെ ഈ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്താമെന്ന് നമ്മൾ കരുതും. പക്ഷേ അതിനൊക്കെ അവിടെ വലിയ നിയന്ത്രണമുണ്ട്. ഇതുകൂടാതെ ഈ ചങ്ങാതിയോട് ഈ മാധ്യമപ്രവർത്തകർ ഒക്കെ ചോദിച്ചപ്പോൾ ഇയാൾ എടുത്ത് ചോദിച്ചു, നിങ്ങൾ വിരമിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അപ്പോൾ ഇയാൾ പറയും, വിരമിക്കാനല്ല, നിങ്ങൾക്ക് രാജിവെക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. തൽക്കാലം രാജിവെക്കാനൊന്നും ഉദ്ദേശമില്ല, ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി പരമാവധി ചെയ്തു, ഇനിയും ചെയ്യാനുണ്ട്, ഇനി വരാൻ ഇതിലും മികച്ചതൊക്കെ വരാനിരിക്കുന്നു എന്നാണ് ഈ ചങ്ങാതി പറയുന്നത്. ഏതായാലും അവിടെ ഇപ്പോൾ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. 15 ദിവസത്തിനകം അവിടെ ഫലപ്രഖ്യാപനം വരും. അപ്പോൾ ഇദ്ദേഹം തന്നെ ചെയ്യും. കാരണം പ്രതിപക്ഷ കക്ഷികളൊക്കെ വളരെ നിരാശയിലാണ്. കാര്യം അവർ ഈ പറഞ്ഞ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് കൃത്യമായി നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇങ്ങേര് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഏകാധിപതിയാണെന്ന്. ആ രാജ്യത്ത് ആകെ 2 പ്രസിഡന്റുമാരെ ഉണ്ടായിട്ടുള്ളൂ. ഇയാൾ 82 അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു പ്രസിഡന്റ്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങേര് തന്നെയാണ്. ഇങ്ങനെ 2008 സൗകര്യപൂർവ്വം അവിടുത്തെ ഭരണഘടന അങ്ങ് ഭേദഗതി ചെയ്തു. 2008 ഭരണഘടന അങ്ങ് ഭേദഗതി ചെയ്തിട്ട് ഈ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നയാൾക്ക് എത്ര തവണ വേണേലും അവിടെ തിരഞ്ഞെടുക്കപ്പെടാം. അതിനൊരു പരിധിയില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാം. കൂടാതെ ആ രാജ്യത്തൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഈ ഇലക്ഷൻ മത്സരിച്ച് കഴിഞ്ഞാൽ ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അയാൾ ഭരണത്തിൽ വരും. ഭൂരിപക്ഷം വേണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാണ്. പക്ഷേ അന്താരാഷ്ട്ര സംഘടനകൾ ഇയാൾ നിരന്തരമായി ഇങ്ങനെ അധികാരത്തിൽ വരുന്നത് എന്തൊക്കെയോ എവിടേക്കോ പ്രശ്നങ്ങളുണ്ട്. കാര്യം വലിയ രീതിയിലുള്ള ക്രമക്കേട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. എന്താ പറയുക, ഈ കാമറൂൺ എന്ന് പറയുന്ന രാജ്യത്ത് മറ്റു കുറേ പ്രശ്നങ്ങളുണ്ട്. റിലീജിയസ് വാറുകൾ നടക്കുന്നുണ്ട്. അതെ, ആഭ്യന്തര കലാപങ്ങളുള്ള ബോക്കോ ഹറാം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നൊരു സ്ഥലമാണ്. എയ്ഡ്സ് പോലുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ ദൈനംദിന ജീവിതം പോലും ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഒരാൾ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം നമ്മൾ പോൾ ബിയ ഇപ്പോൾ 92 വയസ്സ്. ഈ 6 വർഷമാണ് കാലാവധി. പൂർത്തിയാകണമെങ്കിൽ 99ാമത്തെ വയസ്സിൽ പുള്ളിക്ക് അവിടെ നിന്ന് ഇറങ്ങാം. പക്ഷെ പറയാൻ പറ്റില്ല. ഇയാൾ സ്വയം അവകാശപ്പെടുന്ന ഇയാൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനൊരു കാര്യം കൂടി ചെയ്തു. ഈ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2024 കഴിഞ്ഞ വർഷം മാധ്യമങ്ങൾക്കൊരു നിയന്ത്രണം കൂടി കൊടുത്തു. പ്രസിഡന്റിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത്തരം ചർച്ചകളെ വേണ്ട. ആള് വലിയ ഹെൽത്തിയാണ്, ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. അത്തരം കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ പോലും, ഈ ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും പ്രധാന പ്രചരണ വിഷയം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമാണ്. ഇദ്ദേഹത്തിന് അതിനുള്ള ആവതില്ല എന്ന രീതിയിലാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം തന്നെ മാധ്യമങ്ങളിൽ ആ വാർത്തകൾ വരുന്നത് തന്നെ വിലക്കിയിട്ടുണ്ട്. പിന്നെ ഈ ചങ്ങാതിയുടെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ ട്രംപിനെ അനുസ്മരിക്കുന്നത്. ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാമ്പയിനാണ് നടത്തിയെങ്കിൽ ഇങ്ങേരുടെ ക്യാമ്പയിൻ്റെ ഹെഡ്ലൈന് ഗ്രേറ്റ്നസ് ആൻഡ് ഹോപ്പ് എന്നാണ്. കുറേ കൂടി മഹത്വവും പ്രതീക്ഷയും കിട്ടും എന്നുള്ളതാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും അദ്ദേഹം പ്രചരണം നടത്തി. അവിടെ ഏതാണ്ട് 30 കോടി ആൾക്കാരാണ് അവിടെ ജനസംഖ്യ ഉള്ളത്. അതിൽ വോട്ടവകാശം ഉള്ളത് വെറും 8 കോടി പേർക്ക് മാത്രമാണ്. അവരേതായാലും കാര്യമായ രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. അപ്പോൾ ഏതായാലും ഒരു 15 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷം അറിയാം ഈ വല്യപ്പൻ ഇനിയും അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യം. ആയല്ലോ, മറ്റെന്തും സംഭവിക്കാം. ശരിയാണ്. ഒരു പനി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. കാത്തിരുന്ന് കാണണം. എന്തായാലും ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ആളാണ് പോൾ ബിയ.